Hello, beautiful people. Welcome to my new vlog, Family Trip to Bangalore. യെസ്, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് വേറെ എവിടെയല്ല കേട്ടോ, ബോയിൽഡ് ബീൻസ് വില്ലേജ്. ബോയിൽഡ് ബീൻസ് വില്ലേജ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ബന്ധക്കാളൂരു. പണ്ട് മൈസൂർ രാജാവ് നാട് കാണാൻ വേണ്ടി വന്നപ്പോൾ കാട്ടിലകപ്പെട്ട് വിശന്ന സമയത്ത് അവിടെ നിന്നും ഒരു വ്യക്തി അദ്ദേഹത്തിന് ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തു. ഭക്ഷണം കഴിച്ചപ്പോൾ ഭയങ്കര രുചിയായിട്ടുള്ള ഒരു ഭക്ഷണമായിരുന്നു അത്. അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചു, ഇത് എന്താണ് സംഭവം, എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാ? അപ്പോൾ ഈ ഭക്ഷണം പാചകം ചെയ്ത ആൾ പറഞ്ഞു, അയ്യോ രാജാവേ, എനിക്കിത് എന്താണെന്നറിയില്ല, പക്ഷെ ഇത് കുറച്ച് ധാന്യങ്ങളാണെന്ന്. ഓ, അതായത് ബന്ധക്കാളൂരു ബോയിൽഡ് ബീൻസ് വില്ലേജ് എന്നാണ് ഈ ബാംഗ്ലൂർ എന്ന് പറയുന്നതിൻ്റെ പൂർവ്വനാമവും അതുപോലെ അർത്ഥവും എന്ന് പറയുന്നത്. അറിയാത്ത കുറച്ച് ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിഭവം ഉണ്ടായിരുന്ന വില്ലേജ്, നാട്, ഊര്. ഞങ്ങൾ ശനിയാഴ്ച കാലത്താണ് കേട്ടോ ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ പോയി ഫ്രഷായി അന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു സർപ്രൈസൊക്കെ ചേട്ടനും ചേച്ചി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പയുടെ ബർത്ത്ഡേ 26-നും എൻ്റെ ബർത്ത്ഡേ August 7-നുമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ അവിടെ വെച്ച് വന്ന് ചെറുതായി ആഘോഷിച്ചു. എന്നിട്ട് നമ്മൾ നേരെ പോവുകയാണ് ചേട്ടൻ്റെ സ്കൂളിലേക്ക്. ചേട്ടൻ ബാംഗ്ലൂർ പൂർണ്ണ വികാസ് വിദ്യാലയത്തിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ആ സ്കൂൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഫസ്റ്റ് തന്നെ കേരളത്തിലുള്ള ഏതൊരു വ്യക്തിയുടെയും ഒരു ആഗ്രഹം തന്നെയായിരിക്കും ബാംഗ്ലൂർ ഒന്ന് കാണണം. കാരണം അത്രയും ഹൈപ്പാണ് നമ്മളെല്ലാവരും ബാംഗ്ലൂരിന് കൊടുത്തത്. ബാംഗ്ലൂർ എന്നുള്ളത് ഹൈപ്പർ ഒരു സിറ്റി മാത്രമല്ല, ആക്ച്വലി അതങ്ങനെ തന്നെയാണ്. നമ്മളൊരു കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള എല്ലാ ഡെവലപ്മെൻറ്റ്സും തന്നെ ഒറ്റ സിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അങ്ങനെ സ്റ്റാഫ് റൂമിലൊക്കെ കയറി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും സമയം ഒരു 12:45 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ സ്കൂളിൽ നിന്ന് നടക്കുകയാണ് ചെയ്തത് കേട്ടോ. നിയർ ബൈ ഒരു കബാബ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലേക്കാണ് പോയത്. ഇത് നമ്മളുടെ ആദിത്യ സാറാണ്, ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു കൊളീഗിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ടാവുമല്ലോ, അതുപോലെ ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ ആദിത്യ, ഒരു ഒറീസക്കാരൻ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ബന്നാർഘട്ട് ബയോളജിക്കൽ പാർക്കിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യം തന്നെ അപ്പയും ചേട്ടനും കൂടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് അഡൾട്ടിന് ഒരു ടിക്കറ്റിന് 450 റുപ്പീസാണ് കേട്ടോ. അതിൽ നമുക്ക് സൂവിലേക്ക് കയറാനുള്ള ടിക്കറ്റും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മളെ അവിടെ ഒരു വെയിറ്റിംഗ് ഏരിയയിലേക്കാണ് എത്തിക്കുക. കാരണം ഒരുപാട് വണ്ടികൾ പോയി വന്നതിന് ശേഷം വേണം നമുക്ക് തിരിച്ച് കയറാൻ വേണ്ടി. അങ്ങനെ വെയിറ്റിംഗ് ഏരിയയിൽ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബസ് വന്നു. ആദ്യത്തെ സീറ്റിൽ തന്നെ ഇരിക്കാമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് പോയത്. പക്ഷേ നമുക്കൊരു മിഡിലായിട്ടുള്ള ഒരു സീറ്റാട്ടോ കിട്ടിയത്. അങ്ങനെ സഫാരി സ്റ്റാർട്ട് ചെയ്തു. കയറുമ്പോൾ തന്നെ നമുക്ക് ആനേനെ ആട്ടോ അവർ ആദ്യം കാണിച്ചു തരിക. അവിടെ സൈഡിലായിട്ട് ആന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മ്ലാവിനെ കണ്ടു, മാനിനെ കണ്ടു. പിന്നീട് നമ്മൾ കരടി, സിംഹം, പുലി. ഈ സഫാരിയിലത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ഇതാണ്. അച്ഛൻ, അമ്മ, കുട്ടി, അതായത് നമ്മുടെ തുടരും സിനിമയിലെ അതേ ഒരു സീൻ. ഈ സഫാരി എനിക്ക് എന്തുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ബെസ്റ്റ് പാർട്ട് നമ്മളുള്ളിലും ഈ മൃഗങ്ങളെല്ലാം പുറത്താണ്. അവർക്ക് അവരുടെ ഫ്രീഡത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. നടക്കണമെങ്കിൽ നടക്കാം, ആരെയും പേടിക്കേണ്ട. അവർക്ക് അവരുടേതായ ഒരു ലൈഫിൽ അവിടെ തന്നെ കഴിയാം. അവരനുഭവിക്കുന്ന ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ സഫാരിയുടെ തന്നെ അപ്പുറത്തെ വശത്ത് സൂ ഉണ്ട്. ഞങ്ങൾ സൂവിലേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് ശരിക്കും അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പുലിയൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. അവരവരുടെ തന്നെ ഒഴുക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ സഫാരി അവസാനിക്കുന്നത് ഈ ബട്ടർഫ്ലൈസ് പാർക്കിലാണ് കേട്ടോ. ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂരിൽ വെലങ്ങൻകുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ ഇതേ ഒരു ഏരിയ ഉണ്ട്, ബട്ടർഫ്ലൈ പാർക്ക്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു കൂടാരത്തിൽ ബട്ടർഫ്ലൈസിന് ഇഷ്ടപ്പെടുന്ന പൂക്കൾ വെച്ചിട്ട് അവരെ സസ്റ്റെയിൻ ചെയ്യിപ്പിച്ച് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആ കോമൺ ക്രോ എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈ, അതാണ് ഇവിടെയും ഏറ്റവും കൂടുതൽ കണ്ടത്. പിന്നെ 1-2 മഞ്ഞ പൂമ്പാറ്റകളെയും കണ്ടു. പക്ഷേ എൻ്റെ ചേട്ടനും ചേച്ചിയും ഇതിന് മുന്നേ ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത്
കൂടുതൽ ബട്ടർഫ്ലൈസിന് ആ സമയത്ത് കണ്ടിരുന്നു എന്നാണ്. മേ ബി മഴ കാരണമായിരിക്കാം നമ്മൾക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. ലാർവകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലാർവയിൽ നിന്ന് അത് ഒറിജിനൽ ലാർവകളാട്ടോ. ആ ലാർവയിൽ നിന്ന് പൂമ്പാറ്റകൾ പറക്കുന്നുണ്ട്. അതുപോലെ അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു എക്സിബിഷൻ ഹാളിലേക്കാണ് പോയത്. അവിടെ കുറച്ച് അക്വേറിയംസും കുറച്ച് ഫിഷസും, അതായത് ഷാർക്ക്, ടൈഗർ ഫിഷ്, അങ്ങനെ കുറച്ച് നല്ല ഭംഗിയുള്ള മീനുകൾ കൊണ്ടുള്ളൊരു എക്സിബിഷനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു ആംബിയൻസ് ആണ്. ഫുള്ള് ഈ പച്ചപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പൊടിമഴയും കൂടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ സൂവിലേക്കാണ് കേട്ടോ കയറുന്നത്. സൂവിലേക്ക് കയറാനായപ്പോൾ തന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജ് 16% ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ കാണുന്ന സീബ്രയും അതുപോലെ ജിറാഫിനെയും മാത്രമേ എനിക്ക് കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ നമ്മൾ സഫാരിയിൽ കണ്ട പോലെ തന്നെ പുലി, സിംഹം, പക്ഷേ കുറേ വെറൈറ്റി ഓഫ് മങ്കീസ്, അതുപോലെ തത്തകൾ, പാമ്പുകൾ, ഇതൊക്കെ നമ്മൾ ഈ സൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സാഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൽ ഉള്ളിൽ കിടക്കുന്ന എല്ലാവരും ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു രീതിയിലാണുള്ളത്. കാരണം അവർക്ക് വേറെ ഒന്നും അവിടെ ചെയ്യാനില്ലല്ലോ. അവർ ആ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ ജീവിതം ഫുള്ള് കഴിച്ച് തീർത്തുകൊണ്ടിരിക്കുക. അപ്പം ആ ഒരു സങ്കടം മാത്രം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. രാത്രി ഡിന്നർ കഴിക്കാൻ ആയപ്പോഴേക്കും നമ്മളെ കുടുംബങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. യെസ്, നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഡിന്നർ ഒലീവ് റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. അല്ലേ, ഒലീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടിയില്ല ഡിന്നറിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഗോദാവരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു, ഗോദാവരിയാണോ ഗംഗോത്രിയാണോ ഞാൻ മറന്നുപോയി, ആ ഒരു ആന്ധ്രാക്കാരുടെ ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഞങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നത് BTM ലേഔട്ടിലാണ്. അപ്പോൾ അവിടെ തന്നെയായിരുന്നു നമുക്ക് ഈ റെസ്റ്റോറൻറ്റ്സും ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് നേരെ ജലറ്റോ കഴിക്കാനാണ് വേണ്ടി പോയത്. കാരണം കാലത്ത് തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജലറ്റോ ഈസ് നോട്ട് എൻ ഐസ്ക്രീം, ഇറ്റ് ഈസ് എ ഫ്രോസൺ ഡെസേർട്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടി. നമുക്കൊരു ഷുഗർ ഡയറ്റോ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അത്ര റിഗ്രറ്റൊന്നും വരില്ല. കാരണം അത്രയ്ക്ക് നല്ല സ്വീറ്റ് അല്ല, കുറച്ചൊരു മീഡിയം സ്വീറ്റ്, നല്ല തണുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സാധനം. ഞാനൊരു സിംഗിൾ സ്കൂപ്പ് മാംഗോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മളുടെ സോർബറ്റൊക്കെ പോലെ തന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു നൈസർ വേർഷൻ എന്ന് തന്നെ പറയാം ഈ ജലറ്റോ എന്ന് പറയുന്നത് കേട്ടോ. ഐസ്ക്രീം പോലെയല്ല, ഇതിന് കുറച്ചും കൂടിയും കട്ടി കൂടുതലാണ്. അത്ര ക്രീമി ടെക്സ്ചർ അല്ല ഇതിനുള്ളത്. അപ്പ, അമ്മ, കുടു, ചേട്ടനൊക്കെ റാസ്ബെറിയാണ് കഴിച്ചത്. എനിക്ക് കൂടുതൽ ഈ മാംഗോ ആണ് ഇഷ്ടമായത്. ആൻഡ് ദാറ്റ് വാസ് day 1. താങ്ക്സ് ഫോർ വാച്ചിങ്.